ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ വനിതാ കമ്മീഷനെ പറ്റിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കിയത് 1990 ഓഗസ്റ്റ് 30 ബില്ല് പാസ്സാക്കപ്പെട്ടത്. നിലവിൽ വന്നത് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജാനുവരി 31 പാസ്സാക്കപ്പെട്ടത് 90 ഓഗസ്റ്റ് 30 ആണെങ്കിൽ നിലവിൽ വന്നത് 92 ജാനുവരി 31 അറിഞ്ഞിരിക്കുക. ഇനി ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ആസ്ഥാനം അറിയപ്പെടുന്ന പേരാണേത്? നിർഭയ ഭവൻ. 2012 ഈ പേര് സ്വീകരിച്ചതെന്ന് അറിഞ്ഞിരിക്കുക. നിർഭയ ഭവൻ എന്ന പേര് ദേശീയ വനിതാ കമ്മീഷൻ ആസ്ഥാനം സ്വീകരിച്ചത് 2012 അറിഞ്ഞിരിക്കുക. ഇനി ദേശീയ വനിതാ കമ്മീഷൻ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 പേരാണ്. എന്ന് വെച്ചാൽ മൊത്തം 6 പേരുണ്ട്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 പേരാണ്. അറിഞ്ഞിരിക്കുക. ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെയും ചെയർപേഴ്സൻ്റെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണെന്ന് അറിഞ്ഞിരിക്കുക. നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്നും അറിഞ്ഞിരിക്കുക. ഇനി ആദ്യ അധ്യക്ഷ ആരെന്ന് ചോദിച്ചാൽ അത് ജയന്തി പട്നായക് ആണ്. ആദ്യ അധ്യക്ഷ മറന്നുപോരുത്, ജയന്തി പട്നായക് ആണ്. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷനാണ് ആര്? അലോക് റാവത്ത്. അറിഞ്ഞിരിക്കുക. അംഗമായ ആദ്യ പുരുഷനാണ് അലോക് റാവത്ത്. ഓക്കെ. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ്റെ ഒരു ഒഫീഷ്യൽ ജേണലുണ്ട്, അല്ലെങ്കിൽ ഒഫീഷ്യൽ പ്രസിദ്ധീകരണമുണ്ട്. ആ പ്രസിദ്ധീകരണമാണ് ഇത് രാഷ്ട്രമഹിള. PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഏത്? രാഷ്ട്രമഹിള. അപ്പോൾ തെറ്റിക്കരുത്. ഒഫീഷ്യൽ ജേണലാണ് ഇത് രാഷ്ട്രമഹിള. അടുത്തതായി കേരള സംസ്ഥാന വനിതാ കമ്മീഷനെ പറ്റിയാണ് പഠിക്കുന്നത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ നിയമസഭ പാസ്സാക്കിയത് 1995 സെപ്റ്റംബർ 15 നിയമം പാസ്സാക്കപ്പെടുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1996 മാർച്ച് 14 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നമ്മുടെ കേരളത്തിൽ നിലവിൽ വരുന്നു. അറിഞ്ഞിരിക്കുക. ഓക്കെ. ഇനി അറിഞ്ഞിരിക്കുക, അംഗങ്ങൾ 5 പേരാണ്. അധ്യക്ഷ ഉൾപ്പെടെയാണ് 5 പേരെന്നും അറിഞ്ഞിരിക്കുക. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. അറിഞ്ഞിരിക്കുക. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനമെന്നും അറിഞ്ഞിരിക്കുക. ഇനി സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷയായിരുന്നു ആര്? സുഗതകുമാരി. അറിഞ്ഞിരിക്കുക. ആരാണ്? സുഗതകുമാരി ആയിരുന്നു ആദ്യ അധ്യക്ഷ എന്ന് അറിഞ്ഞിരിക്കുക. ഇനി സംസ്ഥാന വനിതാ കമ്മീഷന് ഒരു ഔദ്യോഗിക പ്രസിദ്ധീകരണമുണ്ട്, ഒഫീഷ്യൽ ജേണലുണ്ട്. ഏതാണത്? അത് സ്ത്രീ ശക്തിയാണ്. മറന്നുപോകരുത്. ഒഫീഷ്യൽ ജേണലുണ്ട് സംസ്ഥാന വനിതാ കമ്മീഷന്. ഏതാണത്? സ്ത്രീ ശക്തിയാണെന്ന് അറിഞ്ഞിരിക്കുക. ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമുക്ക് മറ്റൊരു വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.